ഹായ് സ്റ്റുഡൻസ്, ഫോക്കസ് സ്പെഷ്യൽ ട്യൂഷൻ സെന്ററിന്റെ മൈക്രോ ടിപ്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീലാൽ. ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നത്. ടോപ്പിക് എന്ന് മാത്രം പറഞ്ഞതിനെ ചെറുതാക്കുന്നില്ല. നമ്മുടെ 2024 SSLC പബ്ലിക് എക്സാം 20-ാം തീയതി മാർച്ച് 20-ാം തീയതി നടക്കുകയാണ് അല്ലേ? ആ മാർച്ച് 20-ാം തീയതി വരാൻ പോകുന്ന ചോദ്യങ്ങളിൽ ചില ചോദ്യങ്ങൾ നമ്മളിവിടെ പറയാൻ പോവുകയാണ്. എന്ത് ചെയ്താലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണും. നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു 4-5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയിരിക്കും. അത്രയ്ക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് മാർക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്ക് വൺ വേർഡ് ആണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൺ വേർഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും. ഓക്കെ, നമ്മളെ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് നോക്കിക്കോ, ബോക്സൈറ്റ് ഇസ് ദ ഓർ ഓഫ് ഡാഷ് മെറ്റൽ. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ബോക്സൈറ്റ് ഇസ് ദ ഓർ ഓഫ് ഡാഷ് മെറ്റൽ. ഏത് മെറ്റലിന്റെ ഓറാണ് ബോക്സൈറ്റ്? നമുക്കറിയാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങണം, ആ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് പഠിച്ചു തുടങ്ങണ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ആരുടെ ഓറ്? ബോക്സൈറ്റ് ആരുടെ ഓറാണ്? അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ് എന്നുള്ളത്. അലൂമിനിയത്തിന് അല്ലാതെ 2 മിനറൽസും കൂടെ നമ്മൾ അവിടെ പഠിക്കും. ക്രയോലൈറ്റും ക്ലേയും പഠിക്കും അല്ലേ? ക്രയോലൈറ്റും ക്ലേ, അതും കൂടെ ഓർത്ത് വെച്ചോ. അപ്പൊ അലൂമിനിയത്തിന്റെ മിനറൽസ് ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയാടെ? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ക്ലേ. എന്നാൽ അലൂമിനിയത്തിന്റെ ഓർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെന്ന് പറയാൻ പറ്റൂടെ? ബോക്സൈറ്റ് എന്ന് പറയാം. അലൂമിനിയത്തിന്റെ ഓർ ആരാണ്? ബോക്സൈറ്റ് ആണ് ഓർ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1 GMM of a substance contains dash number of molecules. 1 GMM of a substance contains dash number of molecules എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു സബ്സ്റ്റൻസിൽ 1 GMM ഉണ്ടെന്ന് പറയും എങ്കിൽ അതിൽ എത്ര തന്മാത്രകൾ, എത്ര മോളിക്യൂൾസ് കാണുമെന്നാണുള്ളത്. അതിന്റെ ആൻസർ എത്രയായിരിക്കും ഇവിടെ? ഓക്കെ, നിങ്ങൾ ഗസ് ചെയ്തത് തന്നെയായിരിക്കും ആൻസർ. 6.022 into 10⁻23. 6.022 into 10⁻23 ആണ് അതിന്റെ ആൻസർ. അതിന് നമ്മൾ വേറൊരു പേരും പറഞ്ഞ് പഠിക്കും, അവഗാഡ്രോ നമ്പർ. എത്രയാണ്? അവഗാഡ്രോ നമ്പർ എന്നും കൂടെ നമ്മൾ അതിനെ പഠിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ദ ഗ്യാസ് വിച്ച് പ്രൊഡ്യൂസ്ഡ് വെൻ അമോണിയം ക്ലോറൈഡ് ഈസ് ഹീറ്റഡ് വിത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടെ ചേർക്കുമ്പോൾ കിട്ടുന്ന ഗ്യാസ് എന്താ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് മാർക്ക് ചെയ്ത് വെച്ചോ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്താലും ചോദിക്കും കേട്ടാടെ. ഏത് ഗ്യാസ് ആയിരിക്കും? അമോണിയ ഗ്യാസ് ആയിരിക്കും ഉള്ളത്. ആരാണ് ഉള്ളത്? അമോണിയ ഗ്യാസ്. ദ ഗ്യാസ് വിച്ച് പ്രൊഡ്യൂസ് വെൻ അമോണിയം ക്ലോറൈഡ് NH4Cl ഈസ് ഹീറ്റഡ് വിത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് അമോണിയം ക്ലോറൈഡും കൂടെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്യാസ് ഏതെന്നാണ് ചോദ്യം. ഏതാണ് ഗ്യാസ്? അമോണിയ ഗ്യാസ്. ഏതാണ് ഗ്യാസ്? അമോണിയ ഗ്യാസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യത്തിൽ ഇൻ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് കോപ്പർ ഓൺ ആൻ അയൺ ബാങ്കിൾ. അതായത് അയൺ ബാങ്കിളിൽ നമ്മൾ എന്തോ ചെയ്യണം? കോപ്പറിനെ പൂശ് ചെയ്യണം. ഓക്കെ, ദ ബാങ്കിൾ ഈസ് കണക്റ്റഡ് ടു വിച്ച് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ആ ബാങ്കിൾ ഏത് ടെർമിനലിലാണ് കൊടുത്തിട്ടുള്ളത്? അതായത് നമുക്ക് അയൺ ബാങ്കിൾ ഏത് ടെർമിനൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കേട്ടോ, എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റലിന്റെ കവറിങ് കൊടുക്കുകയാണ് അല്ലെ? ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റലിന്റെ കവറിങ് കൊടുക്കുകയാണ്. ഓർത്ത് വയ്ക്കുക, എളുപ്പം മുക്കുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പക്ഷെ അയൺ ബാങ്കിളിൽ കോപ്പർ ആണ് നമ്മൾ ചെയ്യുന്നത്. അയൺ ബാങ്കിളിൽ ആരെയാണ് ചെയ്യുന്നത്? കോപ്പറിനെയാണ് ചെയ്യുന്നത്. അങ്ങനെ കോപ്പറിനെ ചെയ്യാൻ നേരത്ത് ഈ അയൺ ബാങ്കിള് ഏത് ടെർമിനലുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് ചോദ്യം. നെഗറ്റീവ് ടെർമിനൽ. ഏത് ടെർമിനലാണ്? നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് അക്കോമഡേറ്റ് ഇൻ എഫ് സബ്ഷെൽ. എഫ് എന്നുള്ള സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റിയ ഇലക്ട്രോണുകളുടെ എണ്ണം. എഫ് എന്നുള്ള സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റിയ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ്? 14. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തതാണ്. പ്രീവിയസ് ക്ലാസ്സുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ കെമിസ്ട്രിയുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നോക്കുമ്പോൾ നമ്മൾ ഒന്നാമത്തെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതേ അതിൽ നിന്നാണ്. സബ്ഷെല്ലുകൾ ആ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. വ്യക്തമായിട്ട് ഇനി അത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തോണേ. ഓക്കെ, എഫ് സബ്ഷെല്ലിൽ ഇരിക്കുന്ന എന്താണ്? 14 ഇലക്ട്രോണും. ബാക്കിയുള്ള സബ്ഷെല്ലുകൾ അതിലെ ഇലക്ട്രോൺസിനെ ആ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രീവിയസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത് 1 gram ഓഫ് എനി എലമെന്റ് കണ്ടെയ്ൻസ് ഡാഷ് നമ്പർ ഓഫ് ആറ്റം. അതായത് ഏതെങ്കിലും ഒരു എലമെന്റ്, ആ എലമെന്റ് 1 gram എടുത്തിട്ടുണ്ടെന്ന് പറയണം എങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് കാണുന്നു? എത്ര നമ്പർ ഓഫ് ആറ്റംസ് കാണുമെന്നാണ് ചോദിച്ചാൽ ആറ്റംസിന്റെ എണ്ണം 6.022 into 10⁻23 തന്നെയാണ്. ആറ്റംസിന്റെ എണ്ണം എത്രയാണ്? 6.022 into 10⁻23. നമ്മുടെ അവഗാഡ്രോ നമ്പർ അത് തന്നെയാണ് അവിടെയും വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഡ്രൈയിങ് ഏജന്റ് യൂസ്ഡ് ടു റിമൂവ് മോയ്സ്ചർ പ്രസന്റ് ഇൻ അമോണിയ ഗ്യാസ്.
നമ്മൾ അമോണിയ ഗ്യാസിന്റെ ലബോറട്ടറി പ്രിപ്പറേഷനുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, അതും ക്വസ്റ്റ്യനിൽ വരാൻ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് അമോണിയ ഗ്യാസിനെ നമ്മൾ ലബോറട്ടറി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന ഡ്രൈയിങ് ഏജന്റ് ആരെന്നാണ് ചോദ്യം. ആരാണ് അവിടെ ഡ്രൈയിങ് ഏജന്റ്? CaO, കാൽസ്യം ഓക്സൈഡ് എന്നോ ക്വിക്ക്ലൈം എന്നോ CA എന്നോ എഴുതാം. ഇതെല്ലാം ഒരാൾ തന്നെയാണ്. കാൽസ്യം ഓക്സൈഡ്, ക്വിക്ക്ലൈം എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താണ് CaO എന്നും എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ്. ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോപ്ലേറ്റ്, സിൽവർ ഓൺ ആൻഡ് അയൺ ബാങ്കിൾ. നമ്മൾ നേരത്തെ കോപ്പർ ഓൺ ആൻഡ് അയൺ ബാങ്കിൾ പഠിച്ചല്ലേ, അവിടെ ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ആരായിരിക്കും? ഇവിടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കേട്ടോ, കോപ്പർ സൾഫേറ്റ് ആയിരിക്കും. നമുക്ക് ഇവിടെ ചോദ്യം ഇതായിരുന്നു, ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോപ്ലേറ്റ്, സിൽവർ ഓൺ ആൻഡ് അയൺ ബാങ്കിൾ. അയൺ ബാങ്കിൽ സിൽവർ പൂശയുണ്ട് എങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇലക്ട്രോലൈറ്റ് ഏതെന്നാണ്? ഏതായിരിക്കും ഇവിടെ? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും അതേപോലെ തന്നെ സിൽവർ സയനൈഡ് സൊല്യൂഷനും കൂടെ ചേർന്ന ഒരു മിക്സ്ചർ ആണ്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും സിൽവർ സയനൈഡ് സൊല്യൂഷൻ. ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷന് പകരം നമുക്ക് സോഡിയം സയനൈഡും ആഡ് ചെയ്യാം. എന്തോ ആഡ് ചെയ്യാം? സോഡിയം സയനൈഡും ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത് എനർജി ചേഞ്ച് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ. ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് ആണ്, അതായത് എനർജിയുടെ ഏത് തരം കൺവെർഷൻ ആണ് നടക്കുന്നതാണ് ചോദ്യം. അതായത് ഏത് എനർജിയെ ഏത് എനർജിയാക്കി മാറ്റുന്നു, ഏത് എനർജിയെ ഏത് എനർജിയാണ്. കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ് നടക്കുന്നത്. എന്താണ് നടക്കുന്നത്? കെമിക്കൽ എനർജി അവിടെ എന്തോന്നാക്കി മാറ്റുകയാണ്? ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുകയാണ്. അടുത്ത്, വിച്ച് ഈസ് ദ കോമൺ സബ്ഷെൽ ഇൻ ആർക്. അതായത് നമ്മൾ SPDF ഇത് ഇത്രയും സബ്ഷെല്ലായിട്ട് പഠിക്കുകയല്ലേ. മെയിൻ ഷെല്ലുകളായിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ച ആ വീഡിയോയിലുണ്ട് KLMN മെയിൻ ഷെല്ല് പഠിച്ച. ഇതിലെല്ലാത്തിലും ഉൾപ്പെടുന്ന സബ്ഷെൽ ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ് സബ്ഷെല്ല്? S എന്നുള്ളതാണ് സബ്ഷെല്ല്. എടാ നമ്മളിപ്പം പറഞ്ഞ ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെ, വെറും ചുരുക്കം 10 ക്വസ്റ്റ്യൻ 10 സെക്കൻഡും അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു മിനിറ്റ് എടുത്തു, ഒരു മിനിറ്റ് എടുത്ത് നിങ്ങൾ പഠിച്ചു. ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഒരു 4 മാർക്കിനുള്ള ആൻസർ ഇതിൽ നിന്ന് കിട്ടും. ധൈര്യമായിട്ട് പഠിച്ചോ, ഇതിൽ 4 മാർക്കിന് നിങ്ങൾക്ക് കിട്ടും. ആ 4 മാർക്ക് എന്ത് ചെയ്താലും ശ്രീലാലിന്റെ വക തരുന്ന ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടിയിൽ തന്നെ നിങ്ങൾ ആ കെമിസ്ട്രിയുടെ ഈ 2024 മാർച്ച് 20 നടക്കുന്ന എക്സാമിന് ശ്രീലാലിന്റെ ഗ്യാരണ്ടിയിൽ ഈ പറഞ്ഞ 10 വേർഡിൽ 4 എണ്ണം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എല്ലാവരും പഠിച്ചോണേ.